ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നേന്ത്രപ്പഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങ ചിരവിയിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം കൂടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഞാനിപ്പോൾ ഈ സമയത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് ഒന്നുകൂടെ ലൂസാക്കി എടുക്കണം. അപ്പോൾ നേരിട്ട് വെള്ളം ചേർക്കുന്നതിന് പകരം മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് കറക്കി എടുക്കുകയാണ്. എന്നാൽ മിക്സിയുടെ ജാറിലുള്ള മാവ് നമുക്ക് മുഴുവനായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഒരു മാവിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. ആ പഴത്തിൻ്റെ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതൊരു 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് മാവ് ഇതുപോലെ കോരിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എണ്ണയിലേക്ക് ഇതുപോലെ കോരി ഒഴിക്കാൻ കഴിയണം. ഞാൻ നേരത്തെ കാണിച്ചു തരാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ ഇത് എണ്ണയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടുണ്ടാവണം. എണ്ണ ചൂട് കുറവാണെങ്കിൽ ഇത് ഗോതമ്പ് പൊടിയും പഴവും ആയതുകൊണ്ട് തന്നെ നല്ല എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല എണ്ണ ചൂടാക്കിയതിന് ശേഷം മാത്രം ഇത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് തിരിച്ചും മറിച്ചുവിട്ട് ഉൾഭാഗമൊക്കെ നല്ല പോലെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും റെഡിയാക്കി എടുക്കാം. കണ്ടോ, നല്ല ഗുണ്ടുമണിയായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത്രത്തോളം പൊങ്ങി വരില്ല. കുറച്ചുകൂടെ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് നമ്മൾ 1/2 മണിക്കൂർ മാത്രമല്ലേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ കോഴിമുട്ട ചേർത്തുകൊണ്ട് തന്നെ പൊങ്ങി വരികയൊക്കെ ചെയ്യും. പക്ഷേ ഒരു 2 മണിക്കൂറൊക്കെ മാവ് വെക്കണം കേട്ടോ. പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തത്. പിന്നെ ഈ ഒരു സ്നാക്ക് എന്ന് പറയുമ്പോൾ അധികം മധുരമില്ലാത്തൊരു സ്നാക്കാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ പഞ്ചസാരയോ ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്